The next topic of vector calculus is binormal vectors and three space. നമ്മൾ ഈ വീഡിയോയിൽ ബൈനോർമൽ വെക്ടേഴ്സ് എന്താണ്, അതുപോലെ തന്നെ കുറച്ച് പ്രോപ്പർട്ടീസ്, 2-3 പ്രോബ്ലംസും ആണ് ചെയ്യുന്നത്. നമുക്ക് ഡെഫിനേഷൻ നോക്കാം. If C is a graph of a smooth vector valued function r of t in 3 space, then we define the binormal vector to C at a t to be b of t equal to t of t cross n of t. നമുക്കൊരു സ്മൂത്ത് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ഉണ്ട് r of t, അതിന് ഗ്രാഫ് ആണ് C എങ്കിൽ നമുക്ക് പറയാം ബൈനോർമൽ വെക്ടർ ടു സി അറ്റ് ദ പോയിന്റ് ടി. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ബൈനോർമൽ വെക്ടർ സിയിലേക്കുള്ള ബൈനോർമൽ വെക്ടർ അറ്റ് ദ പോയിന്റ് ടിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ബി ഓഫ് ടി ഈക്വൽ ടു ടി ഓഫ് ടി ക്രോസ് എൻ ഓഫ് ടി. അതായത് ടി ഓഫ് ടി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ടാൻജൻ വെക്ടർ, എൻ ഓഫ് ടി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് നോർമൽ വെക്ടർ. നമ്മൾ പറയാം യൂണിറ്റ് ടാൻജൻ വെക്ടറിൻ്റെയും യൂണിറ്റ് നോർമൽ വെക്ടറിൻ്റെയും ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ കിട്ടുന്ന വെക്ടറാണ് നമ്മുടെ ബൈനോർമൽ വെക്ടർ ടു സി അറ്റ് ദ പോയിന്റ് ടി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇനി കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. ബി ഓഫ് ടി ഈസ് ഓർത്തോഗണൽ ടു ബോത്ത് എൻ ഓഫ് ടി ആൻഡ് ടി ഓഫ് ടി ആൻഡ് ഈസ് ഓറിയന്റഡ് റിലേറ്റീവ് ടു ടി ഓഫ് ടി ആൻഡ് എൻ ഓഫ് ടി ബൈ ദ റൈറ്റ് ഹാൻഡഡ് റൂൾ. നമുക്കറിയാം എ ബി എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വെക്ടർ എയ്ക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. എ ക്രോസ് ബി ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. അതേ ഡെഫിനേഷൻ അനുസരിച്ച് നമുക്ക് പറയാം ഇതൊരു ക്രോസ് പ്രോഡക്റ്റിൽ എടുക്കുന്നത്. അപ്പോൾ ടി ഓഫ് ടി എൻ ഓഫ് ടി എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സിനും പെർപെൻഡിക്കുലർ ആയിട്ട് കിട്ടുന്ന വെക്ടർ ആയിരിക്കും ബി ഓഫ് ടി എന്ന് പറയുന്നത്. നമുക്കിങ്ങനെ പറയാം യൂണിറ്റ് ടാൻജന്റ് വെക്ടറിനും യൂണിറ്റ് നോർമൽ വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിട്ട് കിട്ടുന്ന വെക്ടറാണ് ബൈനോർമൽ വെക്ടർ എന്ന് പറയുന്നത്. ഈ ഒരു 3 വെക്ടേഴ്സും കൂടെ നമുക്കൊരു റൈറ്റ് ഹാൻഡ് റൂൾ സിസ്റ്റം തരും. ഓക്കെ, നെക്സ്റ്റ് വൺ, നമുക്ക് ഇതിൻ്റെ മോഡുലസ് എന്താണെന്ന് കണ്ടുപിടിച്ച് നോക്കാം. ബി ഓഫ് ടി ഈക്വൽ ടു ടി ഓഫ് ടി ക്രോസ് എൻ ഓഫ് ടി. നമുക്ക് മോഡുലസ് എടുക്കാം. മോഡുലസ് ഓഫ് ബി ഓഫ് ടി ഈക്വൽ ടു മോഡുലസ് ഓഫ് ടി ഓഫ് ടി ക്രോസ് എൻ ഓഫ് ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ടി ഓഫ് ടി ഇൻറ്റു മോഡുലസ് ഓഫ് എൻ ഓഫ് ടി ഇൻറ്റു. ഇവിടെ നമുക്ക് ഡെഫിനേഷൻ അപ്ലൈ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ആംഗിളാണ് സൈൻ തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി അറിയാം യൂണിറ്റ് ടാൻജൻ വെക്ടറും യൂണിറ്റ് നോർമൽ വെക്ടറും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് π/2 ആണ്. സോ വി ഗെറ്റ് സൈൻ π/2. ഓക്കെ, ഇനി ഇത് യൂണിറ്റ് ടാൻജൻ വെക്ടറിൻ്റെ മോഡുലസ് 1 ആണ്, യൂണിറ്റ് നോർമൽ വെക്ടറിൻ്റെ മോഡുലസ് 1 ആണ്, അതുപോലെ തന്നെ സൈൻ π/2ൻ്റെ വാല്യൂ 1 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? മോഡുലസ് ഓഫ് ബി ഓഫ് ടി എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതായത് ഒരു ബൈനോർമൽ വെക്ടറിൻ്റെ മോഡുലസ് എന്ന് പറയുന്നതും 1 ആയിരിക്കും. അപ്പോൾ ഒരു ബൈനോർമൽ വെക്ടറിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് 1 ആണ്. പുറത്ത് വെക്കാം കേട്ടോ. ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്? ബി ഓഫ് ടി, അതുപോലെ തന്നെ നമുക്ക് എഴുതാം ബി ഓഫ് ടി, ബി ഓഫ് ടി, ടി ഓഫ് ടി, എൻ ഓഫ് ടി. ഈ ബി ഓഫ് ടിയും എൻ ഓഫ് ടിയും ടി ഓഫ് ടിയും ഒക്കെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞു. ഇത് മൂന്നും എന്താണ്? യൂണിറ്റ് വെക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ നമുക്കിതൊരു ഓർത്തോഗണൽ ട്രയാഡ് ഫോം ചെയ്തു തരും. അതായത് ബി ഓഫ് ടി ഈക്വൽ ടു ടി ഓഫ് ടി ക്രോസ് എൻ ഓഫ് ടി എന്ന് എഴുതാം. അതുപോലെ തന്നെ ടി ഓഫ് ടി ഈക്വൽ ടു എൻ ഓഫ് ടി ക്രോസ് ബി ഓഫ് ടി എന്ന് എഴുതാം. അതുപോലെ എൻ ഓഫ് ടി ഈക്വൽ ടു ബി ഓഫ് ടി ക്രോസ് ടി ഓഫ് ടി എന്ന് എഴുതാം. അതായത് T of t, n of t, b of t is a set of 3 mutually orthogonal unit vectors. കാരണം ഇതെല്ലാം ഓർത്തോഗണൽ ആണ് നമ്മൾ പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓർത്തോഗണൽ ആണ്. അതുപോലെ തന്നെ ഇത് യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെറ്റ് എന്ന് പറയുന്നത് വിച്ച് ഇസ് എ സെറ്റ് ഓഫ് മ്യൂച്വലി ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്. നമ്മൾ IJK പോലെയുള്ള ഒരു സെറ്റ് ആയിരിക്കും ഇത്. ഓക്കെ, the right-handed coordinate system determined by the mutually orthogonal unit vectors t of t, n of t and b of t is called TNB prime or Frenet frame. അതായത് നമുക്കറിയാം ഞാൻ പറഞ്ഞു IJK പോലെ ഒരു റൈറ്റ് ഹാൻഡഡ് ഒരു ഓർത്തോഗണൽ ട്രയാഡ് ഫോം ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബി ഓഫ് ടി, എൻ ഓഫ് ടി, ടി ഓഫ് ടി എന്ന് പറയുന്ന ഈ മ്യൂച്വലി ഓർത്തോഗണൽ വെക്ടേഴ്സ് ഒരു കോർഡിനേറ്റ് സിസ്റ്റം നമുക്ക് തരും, ഒരു റൈറ്റ് ഹാൻഡഡ് കോർഡിനേറ്റ് സിസ്റ്റം തരും. ആ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഈ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിന് നമ്മൾ പറയുന്ന പേരാണ് TNB ഫ്രെയിം ഓർ ഫ്രെനെ ഫ്രെയിം. ഫ്രെനെ ഫ്രെയിം എന്നാണ് കേട്ടോ വായിക്കുക, TNB ഫ്രെയിം ഓർ ഫ്രെനെ ഫ്രെയിം. നമ്മളോട് ഇതൊന്നും ചോദിക്കില്ല എന്താണ് TNB ഫ്രെയിം എന്നൊന്നും അറിഞ്ഞിരിക്കുക, ഒന്നുമില്ല. ഈ ടി ഓഫ് ടി അതായത് യൂണിറ്റ് ടാൻജൻ വെക്ടറും യൂണിറ്റ് നോർമൽ വെക്ടറും ബൈനോർമൽ വെക്ടറും കൂടെ ഫോം ചെയ്യുന്ന ഓർത്തോഗണൽ സിസ്റ്റത്തിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ആ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ഫ്രെനെ ഫ്രെയിം അല്ലെങ്കിൽ TNB ഫ്രെയിം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ പ്ലെയിൻ ഡിറ്റർമൈൻഡ് ബൈ ടി ആൻഡ് എൻ ഈസ് നോൺ ആസ് ഓസ്കുലേറ്റിംഗ് പ്ലെയിൻ. അതായത് നമ്മൾ പറഞ്ഞു ഇപ്പം ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഓർത്തോഗണൽ സിസ്റ്റം ഫോം ചെയ്യുന്ന നമ്മൾ പറഞ്ഞു അല്ലേ. നമുക്കിവിടെ ഇത് ബി ഓഫ് ടി ആണ്. ഓക്കെ, ഈ ഒരു കോർഡിനേറ്റ് വരുന്നത് ഞാൻ ബി എന്ന് കൊടുക്കാം കേട്ടോ, അപ്പോൾ പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഒരു മിനിറ്റ്.
ഇവിടെ ബി, ഇത് എൻ, ഇത് ടി. ഓക്കെ, അങ്ങനെയെങ്കിൽ ദ പ്ലെയിൻ ഡിറ്റർമൈൻഡ് ബൈ ടി ആൻഡ് എൻ, ടിയും എന്നും കൂടെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഈ ഒരു പ്ലെയിൻ ഉണ്ടാവില്ലേ, ആ പ്ലെയിനെയാണ് നമ്മൾ ഓസ്കുലേറ്റിംഗ് പ്ലെയിൻ എന്ന് പറയുന്നത്. ദ പ്ലെയിൻ ഡിറ്റർമൈൻഡ് ബൈ എൻ ആൻഡ് ബി ഈസ് നോൺ ആസ് നോർമൽ പ്ലെയിൻ. എന്നും ബിയും ഡിറ്റർമൈൻ ചെയ്യുന്ന ഈ പ്ലെയിനാണ് നോർമൽ പ്ലെയിൻ. ദ പ്ലെയിൻ ഡിറ്റർമൈൻഡ് ബൈ പി ആൻഡ് ടി ഈസ് നോൺ ആസ് റെക്ടിഫൈങ് പ്ലെയിൻ. ഇത് റെക്ടിഫൈങ് പ്ലെയിൻ. നമുക്ക് 3 പ്ലെയിൻസ് ആണ് പറയാനുള്ളത്. ഒന്നാമത്തത് ഓസ്കുലേറ്റിംഗ് പ്ലെയിൻ, രണ്ടാമത്തത് നോർമൽ പ്ലെയിൻ, മൂന്നാമത്തെ റെക്ടിഫൈങ് പ്ലെയിൻ. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക കേട്ടോ. ഇത് നമുക്ക് ആവശ്യം വരും, കാരണം നമ്മളോട് ഓസ്കുലേറ്റിംഗ് പ്ലെയിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറയും, അതുപോലെ തന്നെ റെക്ടിഫൈങ് പ്ലെയിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമുക്ക് ബൈനോർമൽ വെക്ടർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതും ക്വസ്റ്റ്യൻ ചോദിക്കും. നമുക്കൊരു പ്രോബ്ലം നോക്കാം. ദ പൊസിഷൻ ഓഫ് എ പൊസിഷൻ അല്ല കേട്ടോ, പൊസിഷൻ വെക്ടർ, പൊസിഷൻ അങ്ങനെയല്ല. ദ പൊസിഷൻ ഓഫ് എ മൂവിംഗ് പാർട്ടിക്കിൾ ഈസ്, അതായത് ഒരു മൂവിംഗ് പാർട്ടിക്കിളിന്റെ പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്. ആർ ഓഫ് ടി ഈക്വൽ ടു 3 cos t i plus 3 sin t j plus 4 t k. ഫൈൻഡ് ദ വെക്ടർ ടി എൻ ബി ആൻഡ് ദ കർവേച്ചർ. നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? നമുക്ക് ആർ ഓഫ് ടി എന്ന് പറയുന്ന വെക്ടർ വാല്യൂയുടെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ടി കണ്ടുപിടിക്കണം, എൻ കണ്ടുപിടിക്കണം, ബി കണ്ടുപിടിക്കണം. യൂണിറ്റ് നോർമൽ വെക്ടർ, യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ആൻഡ് ബൈനോർമൽ വെക്ടർ, പിന്നെ കർവേച്ചറും കൂടി ചെയ്യണം. അപ്പോൾ ഇതൊരു ലെങ്തി പ്രോബ്ലം ആണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓരോന്ന് കണ്ടുപിടിക്കാനല്ലേ. ആർ ഓഫ് ടി ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്നത് 3 cos t i plus 3 sin t j plus 4 t k. നമുക്ക് ഓരോന്നും ചെയ്യാം. അതായത് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഫസ്റ്റ് വൺ ടി വേണം. ടി മീൻസ് ടി ഓഫ് ടി. ടി ഓഫ് ടി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ടി ഓഫ് ടി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി. പിന്നെ എന്താ വേണ്ടത്? പിന്നെ നോർമൽ യൂണിറ്റ് നോർമൽ വെക്ടർ വേണമല്ലോ, ദാറ്റ് ഈസ് എൻ ഓഫ് ടി ഈക്വൽ ടു ടി ഡാഷ് ടി ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ടി ഡാഷ് ഓഫ് ടി. പിന്നെ നമുക്ക് വേണ്ടത് ബി ആണ്, ദാറ്റ് ഈസ് ബി ഓഫ് ടി ഈക്വൽ ടു നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരുന്നത്? ബി ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടി ഓഫ് ടി ക്രോസ് എൻ ഓഫ് ടി അല്ലേ? തിരിഞ്ഞു പോകരുത് കേട്ടോ, ക്രോസ് പ്രോഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് അല്ലല്ലോ. ടി ഓഫ് ടി ക്രോസ് എൻ ഓഫ് ടി. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്ന ടി ഓഫ് ടി ആണ്, പിന്നെ കണ്ടുപിടിക്കുന്ന എൻ ഓഫ് ടി ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നെല്ലാം കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ആർ ഡാഷ് ഓഫ് ടി ആണ്. ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു എന്താ വരുന്നത്? 3 cos t ആയിട്ട് ഡെറിവേറ്റീവ് മൈനസ് 3 sin t i പ്ലസ് 3 sin t j ആയിട്ട് ഡെറിവേറ്റീവ് 3 cos t j പ്ലസ് 4k. ഇനി നമുക്ക് മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ചെയ്യണം. മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി വിച്ച് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 3 sin t the whole square plus 3 cos t the whole square plus 4 square. നമുക്കിവിടെ എന്താ കിട്ടുക? ഇറ്റ് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു അല്ലേ? അപ്പോൾ നമുക്ക് 9 എന്ന് എഴുതാം. 9 ഇൻറ്റു സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി പ്ലസ് 4 സ്ക്വയർ അല്ലേ? നമുക്ക് കിട്ടുന്നത് എന്താണ്? വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ 1 ആയിപ്പോയി. അപ്പോൾ 9 പ്ലസ് 4 സ്ക്വയർ 9 പ്ലസ് 16 നമുക്ക് എന്താ കിട്ടുക? ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 25 ഈക്വൽ ടു 5. നമുക്ക് ആർ ഡാഷ് ഓഫ് ടി കിട്ടി, മോഡുലസ് ഓഫ് 5 ആണെന്ന് കിട്ടി, മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി. ഇനി നമ്മളുടെ ടി ഓഫ് ടി എഴുതാം. ടി ഓഫ് ടി ഈക്വൽ ടു ആർ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി. നമുക്കൊന്ന് എഴുതി നോക്കാം എന്താ കിട്ടുകയെന്ന്. വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 3 sin t i പ്ലസ് 3 cos t j 3 cos t j പ്ലസ് 4k ഡിവൈഡഡ് ബൈ 5 എന്ന് വരും അല്ലേ? അതായത് നമുക്കിതിനെ ഒന്ന് വൃത്തിക്ക് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 3/5 sin t i പ്ലസ് 3/5 cos t j പ്ലസ് 4/5k. ഇനി നമുക്ക് എൻ ഓഫ് ടി കണ്ടുപിടിക്കണം. എൻ ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ടി ഡാഷ് ഓഫ് ടി ആണ്. നമുക്ക് ആദ്യം ടി ഡാഷ് ഓഫ് ടി വേണം. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 3/5 ഇൻറ്റു സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി ആണ്, കോസ് ടി ഐ പ്ലസ് ഇവിടെ 3/5 ഇൻറ്റു കോസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി ജെ ആണ്, പ്ലസ് 4/5ൻ്റെ ഡെറിവേറ്റീവ് 0k എന്ന് വരും. ദാറ്റ് ഈസ് നമുക്കിവിടെ കിട്ടുന്നത് മൈനസ് 3/5 കോസ് ടി ഐ പ്ലസ് അല്ല മൈനസ് 3/5 സൈൻ ടി ജെ. ഓക്കെ, നമുക്കിനി മോഡുലസ് ഓഫ് ടി ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു എന്താ കിട്ടുക? മൈനസ് 3/5 കോസ് ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് 3/5
സൈൻ ടി മൈനസ് തൊട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ദ ഹോൾ സ്ക്വയർ. ഞാൻ കോഎഫിഷ്യൻ്റ് എടുക്കുമ്പോൾ അങ്ങനെ ഇട്ട് ശീലമായിട്ടാണ്. വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ എന്താ കിട്ടുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് ഈ 3/5, അതായത് 3/5 ദ ഹോൾ സ്ക്വയർ എന്ന് വരും അല്ലേ. 3/5 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ ടി പ്ലസ് കോ സ്ക്വയർ ടി എന്ന് വരും. അത് 1 ആണ്, ഓൾറെഡി നമുക്കറിയാം. പിന്നെ ആൻസർ കിട്ടുന്നത് 3/5 ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് യൂണിറ്റ് നോർമൽ വെക്ടർ എഴുതാം അല്ലേ, എൻ ഓഫ് ടി. ദാറ്റ് ഈസ് യൂണിറ്റ് നോർമൽ വെക്ടർ. Vector is, that is n of t equal to t dash of t divided by modulus of t dash of t. ഓക്കെ, നമുക്കിത് എങ്ങനെയും ചെയ്യാൻ നോക്കാമല്ലോ. t dash of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -3/5 cos ti -3/5 cos ti -3/5 sin t j divided by 3/5. നമുക്ക് 3/5 ക്യാൻസൽ ചെയ്ത് കളയാം. നമുക്ക് എന്താ കിട്ടുന്നത്, മൈനസ് കോസ് ടി ഐ മൈനസ് സൈൻ ടി ജി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ എൻ ഓഫ് ടി. സോറി, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ബി ഓഫ് ടി കൂടെ കണ്ടുപിടിക്കണം. ബിയും കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ ബൈനോർമൽ വെക്റ്റർ ഈസ് ബി ഓഫ് ടി ഈക്വൽ ടു എന്താ കിട്ടുന്നത്, നമുക്ക് എന്താ ഇക്വേഷൻ ആദ്യം നമ്മൾ കണ്ടുപിടിച്ചത് ടി ഓഫ് ടി ക്രോസ് എൻ ഓഫ് ടി. നമ്മൾ ടി ഓഫ് ടി കഴിഞ്ഞിട്ടല്ലേ എൻ ഓഫ് ടി പഠിച്ചത്, അതേ ഓർഡറിൽ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, നമുക്കിത് എങ്ങനെയാണ് കണ്ടുപിടിക്കാം, നമ്മൾ എ ക്രോസ് ബി കണ്ടുപിടിക്കാൻ അറിയില്ലേ ഡിറ്റർമിനൻ്റ് വെച്ചിട്ട്, അതുപോലെ തന്നെ കേട്ടോ. ഇവിടെ നമ്മൾ ഐ ജെ കെ, ടി ഓഫ് ടിയുടെ കോഎഫിഷ്യൻസ് ഏതൊക്കെയാണ്, നമുക്കതൊന്ന് എഴുതാം അല്ലേ. അങ്ങനെയാകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ എഴുതാമല്ലോ. ടി ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്നത് -3/5 സൈൻ ടി ഐ പ്ലസ് 3/5 കോസ് ടി ജെ പ്ലസ് 4k ക്രോസ് നമുക്കൊരു സിമ്പിൾ സാധനം കിട്ടിയത് മൈനസ് കോസ് ടി ഐ മൈനസ് സൈൻ ടി ജെ അല്ലേ. രണ്ടും കൂടെ നമുക്കൊന്ന് ക്രോസ് എടുത്ത് നോക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഐ ജെ കെ. ഇവിടെ വരുന്നത് ഫസ്റ്റ് വരുന്നത് നമുക്ക് എന്താണ് -3/5 സൈൻ ടി, ഇവിടെ വരുന്നത് 3/5 കോസ് ടി, ഇവിടെ നമുക്ക് 4, ഇവിടെ നമുക്ക് മൈനസ് കോസ് ടി, ഇവിടെ മൈനസ് സൈൻ ടി, ഇവിടെ നമുക്ക് 0. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നിൻ്റെയും ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുന്നത്, ഐ ഇൻറ്റു 0 - 4. ഒരു മിനിറ്റ്, ഇവിടെ ഒരു 5ൻ്റെ മിസ്സിങ് ഇല്ലേ, 4/5 അല്ലേ ഉള്ളത്, സോറി ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഓക്കെ, 4/5 നിങ്ങൾ വിട്ടു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ 4/5 ഇൻറ്റു സൈൻ ടി മൈനസ് സൈൻ ടി എന്ന് വരും അല്ലേ. അപ്പോൾ ഇവിടെ പ്ലസ് ആവും. ഓക്കെ, ഇനി -j ടൈംസ് j ഇൻറ്റു ഇവിടെ നമുക്ക് ഇത് 0 ആയിപ്പോയി, ഇവിടെ നമുക്ക് 0 മൈനസ് പ്ലസ് വരും. അപ്പോൾ 4/5 കോസ് ടി എന്ന് വരും. ഓക്കെ, പ്ലസ് k ഇൻറ്റു ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് -3/5 സൈൻ സ്ക്വയർ ടി -3/5 സൈൻ സ്ക്വയർ ടി സോറി മൈനസും കൂടെ പ്ലസ് ആവും. ഓക്കെ, ഇവിടെ 3/5 കോസ് സ്ക്വയർ ടി, അപ്പോൾ ഇവിടെ ഓൾറെഡി മൈനസ് ഉണ്ട്, അപ്പോൾ നമുക്കിവിടെ പ്ലസ് വരും അല്ലേ. ഓക്കെ, താഴെ എഴുതുന്നുണ്ട് 3/5 സൈൻ സ്ക്വയർ ടി. ഓക്കെ, നമുക്കിതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. കിട്ടുന്നത് ഇതാണ് 4/5 സൈൻ ടി ഐ മൈനസ് 4/5 കോസ് ടി ജെ പ്ലസ് ഇവിടെ നമുക്ക് സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി 1 ആണ്. അപ്പോൾ 3/5 ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ അത് കിട്ടുക. അപ്പോൾ നമുക്ക് 3/5 k എന്ന് വരും. ഓക്കെ, ഇതാണ് നമ്മളുടെ ബൈനോർമൽ വെക്ടർ എന്ന് പറയുന്നത്. ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, കർവേച്ചറും കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ലേ. കർവേച്ചറിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, കർവേച്ചർ ഓഫ് ആർ ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ കാപ്പ ഫംഗ്ഷൻ അല്ലേ.
കപ്പ ഓഫ് ടി ഈക്വൽ ടു നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷൻ ഇതാണ്, ടി ഡാഷ് നമുക്ക് അറിയുന്ന ഇക്വേഷൻ ഇതാണ്, മോഡുലസ് ഓഫ് ടി ഡാഷ് ഓഫ് ടി ഇൻറ്റു മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി. ഇത് രണ്ടും നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. മോഡുലസ് ഓഫ് ടി ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് 3/5 ആണ്, ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് 5 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ എന്താ വരുന്നത് 3/5 × 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/25. ഇതാണ് നമ്മളുടെ കർവേച്ചറിൻ്റെ ഇക്വേഷൻ, അല്ല കർവേച്ചർ. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഈ പ്രോബ്ലം ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആണ്, നമുക്കൂടെ നോക്കാം. ഫൈൻഡ് ദ ഇക്വേഷൻ ഫോർ ഓസ്കുലേറ്റിംഗ് നോർമൽ ആൻഡ് റെക്ടിഫൈങ് പ്ലെയിൻസ് ഓഫ് ദ കർവ് ആർ ഓഫ് ടി ഈക്വൽ ടു കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ മൈനസ് കെ അറ്റ് ടി ഈക്വൽ ടു π/4. ആദ്യമേ പറയാം, ഇതൊരു ലെങ്തി പ്രോബ്ലം ആണ്. അപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളത് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും. കാരണം ഇതിൽ ഓസ്കുലേറ്റിംഗ് നോർമൽ ആൻഡ് റെക്ടിഫൈങ് പ്ലെയിൻസ് കണ്ടുപിടിക്കാൻ കുറച്ച് പണിയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ നോക്കാം. സൊല്യൂഷൻ നമുക്ക് ഓൾറെഡി എന്ത് തന്നിട്ടുണ്ട്? ആർ ഓഫ് ടി തന്നിട്ടുണ്ട്. അപ്പോൾ കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ മൈനസ് കെ ടി ഈക്വൽ ടു π/4 കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഫസ്റ്റ് ഓസ്കുലേറ്റിംഗ് പ്ലെയിൻ ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ടി കണ്ടുപിടിക്കണം, എൻ കണ്ടുപിടിക്കണം, ബി കണ്ടുപിടിക്കണം. ഫസ്റ്റ് നമുക്ക് ടി കണ്ടുപിടിക്കാം, ടി ഓഫ് ടി കണ്ടുപിടിക്കാം, അതായത് യൂണിറ്റ് ടാൻജന്റ് വെക്ടർ. അതിന് വേണ്ടിയിട്ട് ആർ ഡാഷ് ഓഫ് ടി നമുക്ക് വേണം. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ ടി ഐ പ്ലസ് കോസ് ടി ജെ 0 വരും. ഓക്കെ, ഇനി മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി വേണം. മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് സൈൻ ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് കോസ് ടി ദ ഹോൾ സ്ക്വയർ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആർ ഡാഷ് ഓഫ് ടി കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടി ഓഫ് ടി കണ്ടുപിടിക്കാം. ടി ഓഫ് ടി ഈക്വൽ ടു ആർ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ ടി ഐ പ്ലസ് കോസ് ടി ജെ ഡിവൈഡഡ് ബൈ 1. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയ ടി ഓഫ് ടി എന്താണ്? മൈനസ് സൈൻ ടി ഐ പ്ലസ് കോസ് ടി ജെ എന്ന്. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇനി നമുക്ക് എൻ ഓഫ് ടി കണ്ടുപിടിക്കണം. എൻ ഓഫ് ടി കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ടി ഡാഷ് ഓഫ് ടി വേണം. ടി ഡാഷ് ഓഫ് ടി ഈക്വൽ ടു മൈനസ് കോസ് ടി ഐ മൈനസ് സൈൻ ടി ജെ എന്ന് വരും. ഓക്കെ, മോഡുലസ് ഓഫ് ടി ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കാം, which is equal to minus of cos t the whole square plus minus of sin t the whole square. Okay, cos square t plus sin square t then now that is equal to again equal to 1 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ n of t എഴുതാം അല്ലേ. n of t equal to നമ്മുടെ ഇക്വേഷൻ ഇതാണ്, ടി ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ടി ഡാഷ് ഓഫ് ടി. നമ്മളിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് മൈനസ് കോസ് ടി ഐ മൈനസ് സൈൻ ടി ജെ ഡിവൈഡഡ് ബൈ 1. ദാറ്റ് ഈസ് ഈക്വൽ ടു n of t equal to minus cos ti minus sin tj എന്ന് കിട്ടും. ഇനിയോ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ബി കണ്ടുപിടിക്കണം അല്ലേ. ബി എന്ന് പറഞ്ഞാൽ ബൈനോർമൽ വെക്ടേഴ്സ്. ബൈനോർമൽ വെക്ടർ എങ്ങനെയാ? ഇക്വേഷൻ ബി ഓഫ് ടി ഈക്വൽ ടു ടി ഓഫ് ടി ക്രോസ് എൻ ഓഫ് ടി അല്ലേ. ഇനി നമുക്ക് ടി ഓഫ് ടി ക്രോസ് എൻ ഓഫ് ടി എന്താ നോക്കാം. ടി ഓഫ് ടി എന്തായിരുന്നു? മൈനസ് സൈൻ ടി ഐ പ്ലസ് കോസ് ടി ജെ അല്ലേ, ക്രോസ് മൈനസ് കോസ് ടി ഐ മൈനസ് സൈൻ ടി ജെ. നിങ്ങൾക്ക് ഞാൻ എഴുതുന്ന മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ. ഓക്കെ, ഇവിടെ നമുക്ക് ഐ ജെ കെ മൈനസ് സൈൻ ടി കോസ് ടി, ഇവിടെ 0 അല്ലേ. അതുപോലെ തന്നെ മൈനസ് കോസ് ടി മൈനസ് സൈൻ ടി, അതുപോലെ എവിടെ 0. അപ്പോൾ നമുക്കിതിൽ 0 വെച്ചിട്ട്, അതായത് ബാക്കി ഐയിൽ വെച്ച് കണ്ടുപിടിച്ചാലും നമുക്ക് എന്താ കിട്ടുക? ഐ ഇൻറ്റു 0 കിട്ടും അല്ലേ. മൈനസ് ജെ ഇൻറ്റു കണ്ടുപിടിച്ചാലും 0 കിട്ടും. പ്ലസ് കെ ഇൻറ്റു കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടി ആണേ. ഇപ്പോൾ ഇവിടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു കെ എന്ന് കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ എന്തൊക്കെയാണ് കിട്ടിയത്? എണ്ണും ടിയും ബിയും കിട്ടിയല്ലേ. നമുക്കതൊക്കെ എഴുതാം. ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് ടി ഓഫ് ടി ആണ്. ടി ഓഫ് ടി എന്ന് പറഞ്ഞത് മൈനസ് സൈൻ ടി ഐ പ്ലസ് കോസ് ടി ജെ എന്നായിരുന്നു. നമുക്ക് പിന്നെ എൻ ഓഫ് ടി കിട്ടി. എൻ ഓഫ് ടി കിട്ടിയത് മൈനസ് കോസ് ടി ഐ മൈനസ് സൈൻ ടി ജെ തന്നെയാണ്. പിന്നെ നമുക്ക് ബി ഓഫ് ടി കിട്ടി. ബി ഓഫ് ടി എന്ന് പറയുന്നത് കെ ആണ്. നമുക്കിനി എന്താ കണ്ടുപിടിക്കേണ്ടത്? റെക്ടിഫൈങ് പ്ലെയിൻ ഇക്വേഷൻ, ഓസ്കുലേറ്റിംഗ് പ്ലെയിൻ ഇക്വേഷൻ, അതുപോലെ തന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒന്നുകൂടെ ഉണ്ടല്ലോ,
നോർമൽ പ്ലെയിൻ ഇക്വേഷൻ അല്ലേ. അപ്പം ഇത് മൂന്നെണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം അറ്റ് ദ പോയിന്റ് t ഈക്വൽ ടു t π/4 എന്ന് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ഒക്കെ വാല്യൂസ് π/4 ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, നമുക്ക് t ഓഫ് π/4 ചെയ്യാം ഫസ്റ്റ്. t ഓഫ് π/4 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ π/4i പ്ലസ് കോസ് π/4j. എന്താ π/4ൻ്റെ വാല്യൂ സൈനിൽ കോസിലൊക്കെ 1/√2 അല്ലേ വരിക. അപ്പം നമുക്ക് കിട്ടുന്നത് 1/√2i പ്ലസ് 1/√2j. ഇനി നമുക്ക് n ഓഫ് π/4 കണ്ടുപിടിക്കാം. n ഓഫ് π/4 ഈക്വൽ ടു മൈനസ് കോസ് π/4i മൈനസ് സൈൻ π/4j. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് 1/√2 മൈനസ് 1/√2i മൈനസ് 1/√2j. ഇനി നമുക്ക് b ഓഫ് π/4 കണ്ടുപിടിക്കാം. k മാത്രമേ ഉള്ളൂ, സോ അതെന്ത് തന്നെ കിട്ടുക, നമുക്ക് k തന്നെയാണ് കിട്ടുക. ഇനി ഞാനൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് പോയിന്റ് നോർമൽ ഫോം ഓർമ്മയുണ്ടോ? അതായത് നമുക്ക് പ്ലെയിനിലെ പോയിന്റ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു വെക്ടറിൻ്റെ ഇക്വേഷൻ എഴുതുക പ്ലെയിനിൻ്റെ എന്ന്, അത് ജസ്റ്റ് ഒന്ന് പറയാം. പോയിന്റ് നോർമൽ ഫോം ഇതാണ്. ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ പാസിംഗ് ത്രൂ എ പോയിന്റ് വിത്ത് പൊസിഷൻ വെക്ടർ x0i plus y0j plus z0k and perpendicular to the vector ai plus bj plus ck is a into x minus x0 plus b into y minus y0 plus c into z minus z0. അതായത് നമുക്കൊരു പ്ലെയിനിൻ്റെ ഇക്വേഷൻ എഴുതണം. ആ പ്ലെയിനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ പ്ലെയിനിലേക്കുള്ള പൊസിഷൻ വെക്ടറാണിത്, x0i plus y0j plus z0k എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ ഒരു പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ എന്ന് പറഞ്ഞാൽ ai പ്ലസ് bj പ്ലസ് ck ആണ്. ഈ രണ്ട് കണ്ടീഷനും ഉണ്ടെങ്കിൽ നമ്മൾ ആ പ്ലെയിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ a ഇൻറ്റു x മൈനസ് x0 പ്ലസ് b ഇൻറ്റു y മൈനസ് y0 പ്ലസ് c ഇൻറ്റു z മൈനസ് z0 ആണ്. ഓക്കെ, ഇതൊരു ഈക്വൽ ടു 0 എന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ പ്ലെയിൻ ഓസ്കുലേറ്റിംഗ് പ്ലെയിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഓസ്കുലേറ്റിംഗ് പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ടിയും എന്നും കൂടെ ഡിറ്റർമൈൻ ചെയ്യുന്ന പ്ലെയിൻ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ടിയും എന്നും കൂടെ ഡിറ്റർമൈൻ ചെയ്യുന്ന പ്ലെയിൻ ആണ്. അത് നമ്മൾ ടിയിലേക്കുള്ള പൊസിഷൻ വെക്ടറും എന്നിലെ വെക്ടറായിട്ട് നമ്മൾ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടറുമാണ് എടുക്കുന്നത്. കാരണം അത് രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണല്ലോ എപ്പോഴും. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം എന്താണ് ചെയ്യുന്നതെന്ന്. നമുക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഓസ്കുലേറ്റിംഗ് പ്ലെയിൻ്റെ ഇക്വേഷൻ ആണ് കേട്ടോ കണ്ടുപിടിക്കുന്നത്. ഓസ്കുലേറ്റിംഗ് പ്ലെയിൻ ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരൊക്കെയാണ്? t ആൻഡ് n. ഇവിടെ വരുമ്പോൾ ആരൊക്കെയാണ് വരുന്നത്? t ഓഫ് π/4ഉം n ഓഫ് π/4 ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. കാരണം അറ്റ് π/4 അല്ലേ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്കതൊന്ന് എഴുതാം. നമ്മളുടെ ജസ്റ്റ് എഴുതിയിട്ടുണ്ട്. നമുക്ക് എന്താ ഓസ്കുലേറ്റിംഗ് പ്ലെയിന് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യാമെന്ന് പറയാം. അതായത് നമ്മളിപ്പോൾ പറഞ്ഞത് ടി ഓഫ് π/4ഉം n ഓഫ് π/4ഉം കൂടെ ഡിറ്റർമൈൻ ചെയ്യുന്ന പ്ലെയിനെയാണ്. അതായത് ടിയും എന്നും കൂടെ ഡിറ്റർമൈൻ ചെയ്യുന്ന പ്ലെയിനെയല്ലേ നമ്മൾ പറയുന്നത് ഓസ്കുലേറ്റിംഗ് പ്ലെയിൻ എന്ന്. നമ്മളിവിടെ ഇക്വേഷനിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഒരു പൊസിഷൻ വെക്ടർ വേണം, അതുപോലെ തന്നെ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ വേണം. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന വെക്ടർ r ഓഫ് t ആണ്. അത് ഈ പ്ലെയിനിലൂടെ പാസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതാണ് നമ്മുടെ പൊസിഷൻ വെക്ടർ ആയിട്ട് എടുക്കുന്നത്. പിന്നെ നമ്മൾ നോക്കിയാൽ ഈ r ഓഫ് ടിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത് ടിയും എന്നും അല്ല, ആരാണ്? b ആണ് ഇവിടെ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ വെക്ടറും ഈ വെക്ടറും ആണ് എടുക്കുന്നത്. ഈ പൊസിഷൻ വെക്ടർ നമുക്ക് തന്നിരിക്കുന്ന r ഓഫ് ടി, പിന്നെ ബൈനോർമൽ വെക്ടറാണ് നമ്മളുടെ പെർപെൻഡിക്കുലർ വെക്ടർ ആയിട്ട് എടുക്കുന്നത്. അത് രണ്ടും കൂടെ കോയിൻസൈഡ് ചെയ്യുന്ന ഈ ഇക്വേഷൻ ആയിട്ട് എഴുതുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതാം. ദ ഓസ്കുലേറ്റിംഗ് പ്ലെയിൻ അറ്റ് t ഈക്വൽ ടു π/4 ഈസ് ദ പ്ലെയിൻ ഡിറ്റർമൈൻഡ് ബൈ t ഓഫ് π/4 ആൻഡ് n ഓഫ് π/4. നമ്മൾ പറഞ്ഞു ടിയും എന്നും കൂടെ ഡിറ്റർമൈൻ ചെയ്യുന്ന പ്ലെയിൻ ആണ് ഓസ്കുലേറ്റിംഗ് പ്ലെയിൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ പ്ലെയിൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് വിത്ത് പൊസിഷൻ വെക്ടർ r ഓഫ് π/4. നമുക്ക് തന്നിരിക്കുന്ന പൊസിഷൻ വെക്ടറാണ്. നമുക്ക് ഈ ഒരു പ്ലെയിൻ പാസ് ചെയ്യുന്നത് passing through the point with the position vector r of π/4 equal to cos π/4i plus sin π/4j plus minus k and perpendicular to the vector b of π/4 equal to k. അതായത് ഇവിടെ നമുക്കുള്ള പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന r of t ആണ്. പിന്നെ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ b എന്ന് പറയുന്ന ബൈനോർമൽ വെക്ടർ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ ബൈനോർമൽ വെക്ടർ അറ്റ് π/4 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു k b ഓഫ് π/4 ഈക്വൽ ടു k എന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ r ഓഫ് π/4 ആണ് നമ്മുടെ പൊസിഷൻ വെക്ടർ. അതായത് നമുക്ക് ഇവിടെയുള്ള പൊസിഷൻ വെക്ടർ x0i പ്ലസ് y0j പ്ലസ് z0k എന്ന് പറയുന്നതാണിത്. അതുപോലെ തന്നെ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ a0i പ്ലസ് b0j പ്ലസ് c0k ആണ്. ഓക്കെ,
ഇതാണ് നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഇക്വേഷനാണ് നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ളത്. എ ഇൻറ്റു എ നോട്ട് ഇല്ല അല്ലേ, സോറി, നമുക്കുള്ളത് എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ. ഇത് വെച്ചുള്ള ഇക്വേഷൻ എങ്ങനെയായിരുന്നു? എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് ബി ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് പ്ലസ് സി ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് ഈക്വൽ ടു 0. അതാണ് പ്ലെയിൻ ഇക്വേഷൻ. അപ്പോൾ അങ്ങനെ വരുന്നത്. ഹെൻസ് ദ ഇക്വേഷൻ ഓഫ് ദ ഓസ്കുലേറ്റിംഗ് പ്ലെയിൻ അറ്റ് ടി ഈക്വൽ ടു π/4 ഈസ് എ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് ബി ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് പ്ലസ് സി ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട്. നമ്മൾ കമ്പയർ ചെയ്യുക. ഇവിടെ എ എന്ന് പറഞ്ഞാൽ 0 ആണ്, ബി എന്ന് പറഞ്ഞാൽ 0 ആണ്, സി എന്ന് പറഞ്ഞാൽ 1 ആണ് വരുന്നത്. ഇവിടെ എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ കോസ് π/4 ആണ്, വൈ നോട്ട് എന്ന് പറഞ്ഞാൽ സൈൻ π/4 ആണ്, സെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ -1 ആണ്. അതാണ് കേട്ടോ ഇവിടെ എഴുതിയിരിക്കുന്നത്. 0 എ എന്ന് പറഞ്ഞാൽ 0 ആണ്, എക്സ് മൈനസ് എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ കോസ് π/4 പ്ലസ് ബി ഇൻറ്റു 0 വൈ മൈനസ് സൈൻ π/4 പ്ലസ് സി എന്ന് പറഞ്ഞാൽ 1 ആണ്, സെഡ് മൈനസ് ഇവിടെ സെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ -1 ആണ് വരുന്നത്. സോ അത് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്താ ഇക്വേഷൻ കിട്ടുന്നത്? സെഡ് പ്ലസ് 1 ഈക്വൽ ടു, ഇവിടെ മാത്രം ഇതെല്ലാം 0 ആയി പോയി. ഇപ്പോൾ സെഡ് പ്ലസ് 1 ഈക്വൽ ടു 0. ഇതാണ് ഓസ്കുലേറ്റിംഗ് പ്ലെയിനിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്ക് നോർമൽ പ്ലെയിൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നില്ല, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു. ഇത് ബി, ഇവിടെ നമ്മൾ എഴുതിയത് ഇത് ടി, ഇത് എൻ അല്ലേ. പിന്നെ നമ്മളുടെ നോർമൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളുടെ നോർമൽ പ്ലെയിൻ. ബിയും എന്നും കൂടെ ഉണ്ടാക്കുന്നതാണ് നമ്മളുടെ നോർമൽ പ്ലെയിൻ. അപ്പോൾ ഇവിടുത്തെ പൊസിഷൻ വെക്ടറും ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ ഒരു വെക്ടറുമാണ്, ടിയുടെ വെക്ടറുമാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. നോർമൽ പ്ലെയിൻ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം കേട്ടോ എക്സാമിന് എഴുതുമ്പോൾ. നോർമൽ പ്ലെയിൻ ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരൊക്കെയാണ്? ബി ആൻഡ് എൻ അല്ലേ. ഇവിടുത്തെ കേസിൽ നമുക്ക് ബി ഓഫ് π/4ഉം എൻ ഓഫ് π/4 ആണ് നമുക്ക് വേണ്ട പ്ലെയിൻ തരണ്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പൊസിഷൻ വെക്ടർ ഏതാണ്? അതായത് നമ്മളുടെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് വെക്ടർ ഇസ് ഈക്വൽ ടു ആർ ഓഫ് π/4 ആണ് വരിക. ദാറ്റ് ഇസ് ഈക്വൽ ടു ആർ ഓഫ് π/4 എന്തായിരുന്നു? കോസ് π/4. നമ്മളുടെ പൊസിഷൻ വെക്ടറിന് π/4 വാല്യൂ കൊടുത്താൽ മതി കേട്ടോ. അതാണ് എപ്പോഴും പൊസിഷൻ വെക്ടർ ആയിട്ട് വരിക. കോസ് π/4 പ്ലസ് സൈൻ π/4 ജെ പ്ലസ് സൈൻ π/4 ജെ പ്ലസ് മൈനസ് കെ. ഓക്കെ, ഇനി നമ്മളുടെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ ഏതാണ്? പെർപെൻഡിക്കുലർ ടു ദ വെക്ടർ perpendicular to the position vector. Position vector equal to നമുക്ക് ഏതാ വരിക? ഇവിടെ ബി ഓഫ് ഇതാണ്. അപ്പോൾ ടി ഓഫ് π/4 ആണ് വരിക. ഇതല്ലേ, ഇവിടെയാണ് നമ്മളുടെ നോർമൽ പ്ലെയിൻ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കിടക്കുന്ന പൊസിഷൻ വെക്ടറിന് ഓപ്പോസിറ്റ് വരുന്നത്, ഓപ്പോസിറ്റ് അല്ല പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത്, അത് നമ്മളുടെ ടി എന്ന് പറയുന്ന വെക്ടറിൽ വരുന്നത്. അപ്പോൾ ടി ഓഫ് π/4 ആണ് കണ്ടുപിടിക്കേണ്ടത്. ടി ഓഫ് π/4 എന്തായിരുന്നു? ടി ഓഫ് π/4 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ടി ഓഫ് π/4 അത് ഇവിടെ എടുത്തെഴുതുന്നുണ്ട്. മൈനസ് സൈൻ π/4 ഐ പ്ലസ് കോസ് π/4 ജെ. അപ്പോൾ ഇത് നമ്മളുടെ എക്സ് നോട്ട് ഐ പ്ലസ് വൈ നോട്ട് ജെ പ്ലസ് സെഡ് നോട്ട് കെ ആണ്. ഇത് നമ്മളുടെ എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ ആണ്. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ determined by these two vectors is a into x minus x naught plus b into y minus y naught plus c into z minus z naught equal to 0. ഇവിടെ നമുക്ക് എന്താ വരിക? a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് സൈൻ π/4 അല്ലേ, ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് π/4 പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് π/4 ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ π/4 ഇവിടെ നമുക്ക് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ് വരിക. ഞാൻ എഴുതുന്നില്ല, 0 അല്ലേ. അപ്പോൾ അതിൻ്റെ എന്താണെങ്കിലും അതിൻ്റെ പ്രോഡക്റ്റ് 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ആൻസർ കിട്ടുന്നത്? ഇവിടെ സൈൻ π/4 എന്ന് പറഞ്ഞാൽ മൈനസ് 1/√2 എന്ന് വരും. എക്സ് മൈനസ് കോസ് π/4 എന്ന് പറഞ്ഞാലും 1/√2 ആണ്. പ്ലസ് കോസ് π/4 എന്ന് പറഞ്ഞാൽ 1/√2 ആണ്. വൈ മൈനസ് സൈൻ π/4 എന്ന് പറഞ്ഞാലും 1/√2 ആണ്. ഈക്വൽ ടു 0 എന്നുണ്ട്. ഇതാണ് നമ്മളുടെ ആൻസർ. എന്നാൽ നമുക്ക് വേണമെങ്കിലും ഒന്ന് സോൾവ് ചെയ്ത് എഴുതാം. അതായത് നമുക്ക് മൈനസ് x/√2 പ്ലസ് 1/2 പ്ലസ് y/√2 പ്ലസ് 1/2 ഈക്വൽ ടു 0. ഓക്കെ, ഇവിടെ മൈനസും കൂടെ ഇവിടെ മൈനസ് ആണ് വരുന്നത്.
അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു 1/2 1/2 കൂടി ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് എന്താ കിട്ടാം, -x/√2 പ്ലസ് y/√2 ഈക്വൽ ടു 0. നമുക്ക് √2നെ കോമൺ ആയിട്ട് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് -x + y ഈക്വൽ ടു 0. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത് ദിസ് ഇസ് ആൻസർ, -x + y ഈക്വൽ ടു 0. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്, റെക്ടിഫൈങ് പ്ലെയിനും കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം റെക്ടിഫൈങ് പ്ലെയിൻ എന്തൊക്കെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. റെക്ടിഫൈങ് പ്ലെയിൻ നമുക്കൊന്ന് വരച്ചു നോക്കാം. നമ്മൾ പറഞ്ഞു ദിസ് ഈസ് ബി, അതുപോലെ തന്നെ ഇവിടെ നോർമൽ വെക്ടർ, ഇവിടെ നമ്മളുടെ ടാൻജന്റ് വെക്ടർ. അപ്പോൾ നമുക്ക് ഇനി പറയുന്നത് നമ്മൾ റെക്ടിഫൈങ് പ്ലെയിൻ ബിയും ടിയും കൂടെ, ഇതാണ് നമ്മുടെ റെക്ടിഫൈങ് പ്ലെയിൻ വരുന്നത്. അപ്പോൾ ഡിറ്റർമൈൻഡ് ബൈ ആരൊക്കെയാണ്, ബി ഓഫ് ടിയും ടി ഓഫ് ടിയും ആണ്. അതായത് ഹിയർ എവിടെ വരും, ഇവിടെ എന്താ വരുന്നത്, ബി ഓഫ് π/4ഉം അതുപോലെ തന്നെ ടി ഓഫ് π/4ഉം. അപ്പോൾ നമ്മളുടെ പൊസിഷൻ വെക്ടർ എന്താ വരുന്നത്, ആർ ഓഫ് π/4 അല്ലേ. ഒരു മിനിറ്റ്, നമ്മുടെ ആർ ഓഫ് π/4 ഈക്വൽ ടു cos π/4i പ്ലസ് sin π/4j മൈനസ് കെ. ഇതാണ് വരുന്നത് നമ്മളുടെ പൊസിഷൻ വെക്ടർ. നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ആരാ വരുന്നത്, നോർമൽ വെക്ടർ ആണല്ലേ വരുന്നത്. ഇവിടെ യൂണിറ്റ് നോർമൽ വെക്ടർ അല്ലേ. നിങ്ങൾ നോക്കുക, ഇവിടെ ബിക്കും ടിക്കും പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത് യൂണിറ്റ് നോർമൽ വെക്ടർ ആണ്. അപ്പോൾ നമ്മളുടെ n ഓഫ് π/4 ആണ് ഇവിടെ ഡിറ്റർമൈൻ ചെയ്യേണ്ട അടുത്തത്. n ഓഫ് π/4 ഈക്വൽ ടു, നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതണം കേട്ടോ. ഞാൻ വീഡിയോ ഒരുപാട് ലെങ്ത് ആവുന്നുള്ളത് കൊണ്ടാണ് ഞാനതങ്ങനെ എഴുതാത്തത്. പിന്നെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു കോപ്പി എഴുതിയാൽ മതി, sin π/4j. അങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ എന്താ വരിക, ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ ഈസ്, നമ്മൾ ഇക്വേഷൻ എന്താണ്, a × x - x0 പ്ലസ് b × y - y0 പ്ലസ് c × z - z0 ഈക്വൽ ടു 0. ഇവിടെ a b c എന്ന് പറയുന്ന ഈ കോഎഫിഷ്യൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം -cos π/4 × x - cos π/4 അല്ലേ, പ്ലസ് b എന്ന് പറഞ്ഞാൽ -sin π/4 × y - sin π/4 അല്ലേ, പ്ലസ് 0 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 0. ഇതിൻ്റെ ആൻസർ വരുന്നത് -1/√2 × x - 1/√2 പ്ലസ് -1/√2 × y - 1/√2 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എങ്ങനെയാണ്, -1/√2x പ്ലസ് 1/2 വരും അല്ലേ, 1/2 -1/√2 y, അതുപോലെ തന്നെ ഇവിടെ തെറ്റിപ്പോയോ, പ്ലസ് 1/2 ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 1/2 പ്ലസ് 1/2 1 ആണ്. സോ നമുക്കിവിടെ -1/√2x -1/√2y ഈക്വൽ ടു -1 കിട്ടും. അതായത് നമുക്ക് x പ്ലസ് y ഈക്വൽ ടു √2 എന്ന് കിട്ടും. ദിസ് ഇസ് ദ പ്ലെയിൻ റെക്ടിഫൈങ് പ്ലെയിൻ്റെ ഇക്വേഷൻ ആണിത്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയില്ല, ഇല്ലെങ്കിൽ ഒന്നുകൂടി പറയാം. നിങ്ങൾ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ ഹൈ മാർക്കിനായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങളോട് ഒരു പ്ലെയിനൊക്കെ ഡിറ്റർമൈൻ ചെയ്യാനേ ചോദിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും പഠിച്ചു വെക്കാം, കാരണം ഇതൊരു ഈസി സെക്ഷനാണ്, മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമാണ്. ഈ ഒരു സെക്ഷൻ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ പോവാം. ഓക്കെ, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.